ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. സമ്പന്നമായ വായനാ സംസ്കാരം വീണ്ടെടുക്കുന്നതിനായി വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. UDF പ്രവേശനത്തിൽ AICC ജനറൽ സെക്രട്ടറിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമെന്ന് PV അൻവർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ സമാപനം. കൊല്ലം കടൽ തീരങ്ങളിൽ വീണ്ടും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമെന്ന് വിദഗ്ധർ. IPL ക്രിക്കറ്റിലെ ക്വാളിഫയർ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. സംസ്ഥാനത്തെ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ഓറഞ്ചും കോരപ്പുഴ, വാമനപുരം എന്നീ നദികളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ആലപ്പുഴ, കുട്ടനാട്ടിൽ മഴക്കെടുതികൾ രൂക്ഷം. നദികളിലെ നീരൊഴുക്കിന്റെ വർധനയും പാടശേഖരങ്ങളിലെ മടവീഴ്ചയും വൻ നാശനഷ്ടത്തിനിടയാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കിഴക്കൻ മഴവെള്ളത്തിന്റെ വരവും മഴയും മൂലം കുട്ടനാട്ടിൽ വീണ്ടും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. പുളിങ്കുന്ന്, കാവാലം, ചമ്പക്കളം തുടങ്ങിയ ഗ്രാമപഞ്ചായത്തുകളിലെ ഒട്ടേറെ വീടുകൾ വെള്ളത്തിലാണ്. മാണിക്യമംഗലം, ആറുപങ്ക് എന്നീ പാടശേഖരങ്ങളിലാണ് മട വീണ് നാശമുണ്ടായത്. KSEBയുടെ ടവർ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് മാണിക്യമംഗലം പാടത്ത് മട വീണത്. ആറുപങ്ക് പാടത്ത് പുതിയ പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്നും ഓരോ മണിക്കൂറിലും വെള്ളം പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ബാരേജിന്റെ 15 ഷട്ടറുകളിൽ 13 എണ്ണവും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 44 കുടുംബങ്ങളിലെ 151 പേരാണ് കഴിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. രാമനാട്ടുകര വില്ലേജ് പരുത്തിപ്പാറ മൂർക്കനാട് റോഡിലുള്ള KSEBയുടെ EHD ടവർ സ്ഥാപിച്ച സ്ഥലത്ത് മണ്ണിടിഞ്ഞു വീണ് ടവറിന് സമീപത്തുള്ള 3 വീട്ടുകാരെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. വില്യാപ്പള്ളി അരയാൽക്കുൽ താഴെ പാങ്ങോട്ടൂർ ശ്രീ ഭഗവതി ക്ഷേത്രം കാറ്റിൽ മരം വീണ് തകർന്നു. KSEBക്കുണ്ടായത് 60 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും അടിയന്തരമായി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിലയിരുത്തി. കൊല്ലം ബീച്ച്, പള്ളിത്തോട്ടം എന്നിവിടങ്ങളിൽ ഓരോ കണ്ടെയ്നറുകൾ കൂടി അടിഞ്ഞു. ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നറുകളിൽ തകർന്ന നിലയിലുള്ള 9 എണ്ണം മുറിച്ച് നീക്കം ചെയ്യാൻ കസ്റ്റംസ് അനുമതി നൽകി. ഇവ കടലിലൂടെ കെട്ടിവലിച്ച് പോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ മുറിച്ച് വാഹനത്തിൽ കൊണ്ടുപോകാൻ കപ്പൽ കമ്പനി കസ്റ്റംസിന്റെ അനുമതി തേടിയിരുന്നു. അതേസമയം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാൻ കൂടുതൽ സമയം വേണമെന്ന് വിദഗ്ധർ അറിയിച്ചു. സാങ്കേതിക ഉപകരണങ്ങൾ കൊണ്ടുവരാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്തിന്റെ സമ്പന്നമായ വായനാ സംസ്കാരം വീണ്ടെടുക്കുന്നതിനായി വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. ലൈബ്രറി കൌൺസിൽ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ലൈബ്രറി സെക്രട്ടറിമാരുടെയും ലൈബ്രറിയന്മാരുടെയും സൌജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 3000 വായനശാലകളിലൂടെ 3 ലക്ഷം വീടുകളിൽ പുസ്തകമെത്തിക്കുകയാണ് ലക്ഷ്യം. കൊച്ചി എളമക്കരയിൽ നിന്ന് കാണാതായ കുട്ടിയെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്തി. തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയത്. എളമക്കരയിൽ നിന്നും പുറപ്പെട്ട് തൊടുപുഴയിൽ ഇറങ്ങിയത് മുതൽ ഒരാളോടൊപ്പമായിരുന്നു കുട്ടി. ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ ശേഷം ഇന്ന് രാവിലെ ബന്ധുക്കളെ ഇയാൾ വിവരമറിയിക്കുകയായിരുന്നു. എളമക്കര പോലീസ് നൽകിയ നിർദ്ദേശപ്രകാരം തൊടുപുഴ പോലീസാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയത്. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷോളയൂർ സ്വദേശി റെജിൻ മാത്യു, ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസ് എന്നിവരാണ് പിടിയിലായത്. അട്ടപ്പാടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ സിജുവിനാണ് മർദ്ദനമേറ്റത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ കഴിഞ്ഞ ദിവസം AICC പ്രഖ്യാപിച്ചിരുന്നു. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പിനെ പ്രധാന രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് LDF കാണുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷമാണ് UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അടുത്ത മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്, 23-നാണ് വോട്ടെണ്ണൽ. UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണുമെന്ന് PV അൻവർ. നിലമ്പൂരിലെ വസതിയിൽ വാർത്താ സമ്മേളനത്തിനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. KC വേണുഗോപാലിന്റെ പ്രതികരണം അറിഞ്ഞ ശേഷം മാത്രമേ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തൂവെന്നും PV അൻവർ അറിയിച്ചു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് നാളെ സമാപനമാകും. വിമാനത്താവളത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹജ്ജ് ക്യാമ്പ് ഇന്ന് അവസാനിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KU ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ മാസം 11-ന് 170 തീർത്ഥാടകരുമായാണ് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് സർവീസ് ആരംഭിച്ചത്. നാളെ പുറപ്പെടുന്ന യാത്രക്കാർ ഉൾപ്പെടെ 4756 തീർത്ഥാടകരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തെ ആശ്രയിച്ചത്. കണ്ണൂരിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും കർണാടകയിലെ ഉടുപ്പി, ബംഗളൂരു, ചിത്രദുർഗ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകരുമുണ്ടായിരുന്നു. ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ജൂൺ 30 മുതൽ ജൂലൈ 10 വരെ തീർത്ഥാടകർ മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങും. IPL 2020 ക്രിക്കറ്റിലെ ക്വാളിഫയർ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സുമാണ് ആദ്യ ക്വാളിഫയറിൽ ഏറ്റുമുട്ടുന്നത്. 3-ാം സ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം അപേക്ഷകർ. കൂടുതൽ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസും കേരള പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ മൈഗ്രന്റ് ഷീൽഡിന്റെ 3-ാം ഘട്ടത്തിൽ പത്തനംതിട്ടയിലും കോട്ടയത്തും വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ റെയ്ഡ് നടത്തി. പരിശോധനയിൽ വ്യാജ പരസ്യങ്ങൾ, രേഖകൾ, അനധികൃത വിദേശ റിക്രൂട്ട്മെന്റ് എന്നിവയുൾപ്പെടെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി. കേരളത്തിൽ +1 ഏകജാലക പ്രവേശനത്തിനായുള്ള അപേക്ഷകളിൽ ഓപ്ഷൻ ഉൾപ്പെടെ തിരുത്തലിന് അവസരം. ഇന്ന് വൈകിട്ട് 5 മണിവരെ ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പരിശോധിച്ച് കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ വഴി തിരുത്തൽ നടത്താം. ജൂൺ 2-നാണ് ആദ്യ അലോട്ട്മെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 196 പോയിന്റ് താഴ്ന്ന് 81,355-ലും. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 60 പോയിന്റ് നഷ്ടത്തിൽ 24,766-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 71,480 രൂപയാണ് ഇന്നത്തെ വില. 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വരെ നീട്ടി. സാധാരണ ജൂലൈ 31-ന് അവസാനിക്കുന്ന സമയപരിധിയാണ് ഇത്തവണ ഓൺലൈൻ സൌകര്യം തുറക്കുന്നതിന് മുൻപ് നീട്ടിയത്. IT റിട്ടേൺ ഫോം, ഓൺലൈൻ സംവിധാനം എന്നിവയിലെ മാറ്റങ്ങൾ, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള താമസം തുടങ്ങിയവ കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയത്. അടുത്ത മാസം 19-ന് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതിമയ്യം MNM സ്ഥാപക പ്രസിഡന്റും നടനുമായ കമൽഹാസൻ മത്സരിക്കും. DMKയുടെ പിന്തുണയോടെയാണ് കമൽഹാസൻ മത്സരിക്കുന്നത്. സംസ്ഥാനത്ത് ബലിപെരുന്നാൾ അടുത്ത മാസം 7-നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ. ദുൽഖാദ് 29-ആയ ഇന്നലെ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചില്ലെന്ന് ഖാസിമാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. സമ്പന്നമായ വായനാ സംസ്കാരം വീണ്ടെടുക്കുന്നതിനായി വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. UDF പ്രവേശനത്തിൽ AICC ജനറൽ സെക്രട്ടറിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം തീരുമാനമെന്ന് PV അൻവർ. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ സമാപനം. കൊല്ലം കടൽ തീരങ്ങളിൽ വീണ്ടും കണ്ടെയ്നറുകൾ അടിഞ്ഞു. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമെന്ന് വിദഗ്ധർ. IPL ക്രിക്കറ്റിലെ ക്വാളിഫയർ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.